7th സ്റ്റാൻഡേർഡ് പേജ് നമ്പർ 92 ആറാമത്തെ ക്വസ്റ്റ്യൻ. 30 സെൻറ്റിമീറ്റർ ചുറ്റളവും വശങ്ങളുടെ നീളം 1:2 എന്ന അംശബന്ധത്തിലും ആയ ചതുരം വരയ്ക്കുക. ഇതേ ചുറ്റളവിൽ വശങ്ങളുടെ നീളം 2:3, 3:7 എന്നീ അംശബന്ധങ്ങളിലായ മറ്റ് 2 ചതുരങ്ങൾ കൂടി വരയ്ക്കുക. 3 ചതുരങ്ങളുടെയും പരപ്പളവുകൾ കണക്കാക്കുക. ഏത് ചതുരത്തിനാണ് പരപ്പളവ് ഏറ്റവും കൂടുതൽ? 30 സെൻറ്റിമീറ്റർ ചുറ്റളവ് എന്നാണ് പറഞ്ഞത്. 30 സെൻറ്റിമീറ്റർ ചുറ്റളവ്, അത് 1:2 എന്ന അംശബന്ധത്തിലായിരിക്കണം. അപ്പം നീളവും വീതിയും കണ്ടുപിടിക്കണം. 30 ചുറ്റളവാണ്. നീളം വീതി കൂട്ടിയിട്ട് 2 കൊണ്ട് ഗുണിച്ചതാണ് ചുറ്റളവ് എന്ന് പറയുന്നത്. അപ്പോൾ 15 നീളവും വീതിയും കൂട്ടിയാൽ 15 ആയിരിക്കും. ചുറ്റളവ് എന്ന് പറയുമ്പോൾ ഇവിടെയും വരുമല്ലോ, അത് വേണ്ട. നീളവും വീതിയും 15. അതിൻ്റെ 1/3. ഇത് എത്രയാണ്? 1 കണ്ടുപിടിക്കുക. എത്രയാണ്? വീതി 1 3 5 പ്രാവശ്യം. 1 5 5. അപ്പം ഇവിടെ 5 സെൻറ്റിമീറ്റർ ആയിരിക്കും വീതി. ഇനി നീളം 15 2/3. അതായത് ഇതാണ് 2 കണ്ടുപിടിക്കുന്ന 2/3. ഇതും കൂട്ടിയതാണ് ഇവിടെ. 3 5 3. അപ്പോൾ 2 5 10. അപ്പോൾ നീളം 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ചതുരത്തിൻ്റെ എത്രയാണ്? വീതി 5 സെൻറ്റിമീറ്ററും നീളം 10 സെൻറ്റിമീറ്ററും. ഇനി രണ്ടാമത്തെ, ഇതേ ചുറ്റളവിൽ വശങ്ങളുടെ നീളം, ചുറ്റളവ് ഇത് തന്നെ, വശങ്ങളുടെ നീളം 2:3. 2:3 എത്രയായിരിക്കും നോക്കാം. ഇതേ ചുറ്റളവാണ്. ചുറ്റളവ് ഇതെന്ന് പറയുമ്പോൾ 30. നീളവും വീതിയും കൂട്ടിയാൽ 15 തന്നെ. 15ൻ്റെ 2/2 3 5. 5 5 15. 3 15 × 2/5. 5 3 ഇവിടെ 3 6. ഇപ്പോൾ 2 എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. ഇനി 15 × 3/5. 5 3 5. അപ്പോൾ 3 3 3 9. അപ്പോൾ 9 സെൻറ്റിമീറ്റർ. ഈ ചതുരം 5 10. അതേപോലെ മറ്റൊരു ചതുരം, 3 ചതുരം കണ്ടുപിടിക്കണം നമുക്ക്. 9 സെൻറ്റിമീറ്റർ നീളം, വീതി 6 സെൻറ്റിമീറ്റർ. 2 ചതുരം. ഇനി മൂന്നാമത്തെ ചതുരത്തിൻ്റെ 3:7 കണ്ടുപിടിക്കേണ്ടത്. ചുറ്റളവ് അത് തന്നെ. 15 × 3/7 3 10. 10ൽ 5 കൊണ്ട് ചുരുക്കുക ഇതിനെ. 10ൽ 5 2 പ്രാവശ്യം. 15ൽ 3 പ്രാവശ്യം. അപ്പോൾ ഇനി 3 9/2. 9/2 എന്ന് പറഞ്ഞാൽ 9ൻ്റെ പകുതി. 2/2 എന്ന് പറയുമ്പോൾ പകുതി. 4.5 വരും. 4.5. അപ്പോൾ 4.5 മൂന്നാമത്തെ ചതുരത്തിൻ്റെ വീതി. 4.5. ഇനി നീളം 15 × 7 അല്ലേ? 7/10. 5 2 പ്രാവശ്യം. 5 3 പ്രാവശ്യം. 7 21/2. 21ൻ്റെ പകുതി എത്രയാണ്? 21/2 എന്ന് പറഞ്ഞാൽ 21ൻ്റെ പകുതിയാണ്. 21ൽ 2 10 10.5.
10.5 എന്നിടാം, 10.5 എന്നിടാം. അപ്പോൾ ഇതിൻ്റെ വീതി 4.5യും നീളം 10.5യും. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ 3 ചതുരത്തിൻ്റെയും പരപ്പളവാണ്. അപ്പോൾ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളം വീതി എത്രയാണ്? 10ഉം 5ഉം. പരപ്പളവ് നീളം ഗുണിക്കണം വീതി 50 ചതുരശ്ര സെൻറ്റിമീറ്റർ. രണ്ടാമത്തത് 6 9, 6 × 9 54 ചതുരശ്ര സെൻറ്റിമീറ്റർ. മൂന്നാമത്തത് 4.5 10.5. അപ്പോൾ 10.5 ഗുണിക്കണം 4.5 എന്താക്കണം? ഭിന്നം മാറ്റണം. 21/2 ഗുണിക്കണം 9/2. 9 9 20 18. 159/4. 159 ഹരിക്കണം 4. 4 4 16. 29ൽ 7 4 28. 1 10ൽ 4 2 24 8. 2 ബാക്കി 20ൽ 5 47.25. 10.5 ഗുണിക്കണം 4.5 47.25 ചതുരശ്ര സെൻറ്റിമീറ്റർ. അപ്പോൾ ഏത് ചതുരത്തിനാണ് പരപ്പളവ് കൂടുതൽ? ഏതാണ്? 6 × 9 ആണ്, 54 ഉണ്ട്.